എനിക്ക് പിന്നെ നല്ലൊരു ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഫാത്തിമ മിസ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല മാം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അത് ചെയ്യുന്ന പണിക്ക് നല്ല ആത്മാർത്ഥതയുള്ള ഒരു ടീച്ചർ. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് കുട്ടികളിലുണ്ട്. ഒരുപാട് വർക്ക്ഷീറ്റ്സും കാര്യങ്ങളും തരുന്നതുകൊണ്ട് ഇവർ വെറുതെ ഇരിക്കത്തില്ല. കാരണം അത് അയച്ചു കൊടുക്കണമല്ലോ. പിന്നെ അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി. എന്ന് വെച്ചാൽ വർക്ക്ഷീറ്റ് കൊടുക്കുമ്പോൾ എന്തായാലും നമുക്കും ഇത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ വർക്ക്ഷീറ്റ് ചെയ്താകുമ്പോൾ കുട്ടികൾ പഠിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതൊക്കെ എന്തായാലും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഭയങ്കര സന്തോഷമായി. ക്ലാസ് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇന്നത്തെ ക്ലാസ്സിലെ മാം കുറേ കാര്യങ്ങൾ സ്റ്റോറി ടെല്ലിംഗ് വരെ പിക്ചേഴ്സ് പറയാൻ പറഞ്ഞപ്പം അവൾ പറഞ്ഞു. അതൊക്കെ ഒരുപാട്. പിന്നെ നമുക്കൊരു 1 മന്ത് ക്ലാസ്സിൽ കിട്ടുന്നുള്ള ആ ഒരു 1 മന്തിനുള്ളിലല്ല കുട്ടികളെ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ച് ചെയ്യിക്കുന്നത്. അതിന് എന്തായാലും ആ മാമിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. മാം നല്ല ആരാണെങ്കിലും, പക്ഷേ മാം നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ഒരു ഇത് മാമിന്. എനിക്ക് ആ മാമിൻ്റെ ക്ലാസ് എടുക്കുന്ന രീതിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പാരൻസിൻ്റെ അടുത്ത് നല്ലൊരു എന്താ പറയുക, ഇവൻ നമ്മളെ പാരൻറ്റിങ് വരെ മിസ്റ്റേക്ക് ആണെങ്കിൽ ആ മാം നമ്മളടുത്ത് പറയുന്നത്. കുട്ടി പറയുന്നില്ലെങ്കിൽ നമ്മൾ ചെറിയ രീതിയിൽ അവരടുത്ത് ഫയർ ചെയ്യുമ്പോൾ അതുപോലും അങ്ങനെ ചെയ്യരുത്. ഇപ്പം നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്ന തെറ്റാണെങ്കിൽ പോലും ടീച്ചർ പറയുന്ന കുട്ടീൻ്റെ പ്രൊണൗൺസിയേഷൻ നിങ്ങൾ തെറ്റിക്കരുത്. അത്രയും ടീച്ചറിൻ്റെ കാര്യത്തിൽ അത്രയും എന്താ പറയുക, സിൻസിയർ ആണ് ആൾ. അപ്പം ഞങ്ങൾ പാരൻസ് സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രൊണൗൺസിയേഷൻ മിസ്റ്റേക്ക് വരുമ്പോൾ വരെ ആ മാം അത് തിരുത്തി തരുന്നുണ്ട്. അതുകൊണ്ട് അത്രയും സിൻസിയർ ആയതുകൊണ്ടല്ല. അത് നിങ്ങൾക്ക് അതൊരു നല്ലൊരു അസെറ്റ് ആണ് കേട്ടോ ആ മാം.